വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ട് കേട്ടോ. അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെയാണ്. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്. അത് പ്രതിഫലത്തിനാ. വിശ്വാസികളെ ന്യായം വിധിക്കുന്നത് പ്രതിഫലം കൊടുക്കാനാ. ഇത് അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കല്ലേ. ഈ വെള്ള സിംഹാസനത്തിന്റെ മേൽ ഇരിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രനായ യേശു ആയതുകൊണ്ടാണ് ഞാൻ ആ ടേം ഉപയോഗിച്ചത്. ഞാനിപ്പോൾ എടുത്തിത്ര വിശദീകരിച്ചത് കൺഫ്യൂഷൻ വരാതിരിക്കാനാ. 2 ന്യായ വിധികളും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരൊറ്റ സത്യക്രിസ്ത്യാനി ഇല്ല. സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പേരുള്ളവനല്ലേ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവകൃപയിൽ നിൽക്കുന്നവർ വെള്ള സിംഹാസനത്തിന് മുൻപിൽ ഇല്ല. അവിടെ അവിശ്വാസികളാണ്, മത്സരികളാണ്. ദൈവസഭയിലാണ്. ഇവരെ കുറിച്ചാണ് ദൈവസഭയിൽ ഒരു 9 മെസ്സേജുകൾ പറഞ്ഞത്. 2 തിമോത്തി 3-ാം അധ്യായം 5-ാം വാക്യം കേട്ടിട്ടില്ലേ? ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. എന്നിട്ട് അടുത്ത ആ വാക്യത്തിന്റെ 2-ാം ഭാഗം, അവരെ വിട്ടുപോകാൻ, വേർപെടാൻ. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഒരുത്തം പറഞ്ഞു, ആ പള്ളി ഞാൻ ഇങ്ങോട്ട് വന്നു, ഇനി ഞാൻ എങ്ങോട്ട് പോകാനാ? സ്തോത്രം കേട്ടോ. കപടഭക്തി. പാട്ടുപാടണോ പാട്ടുപാട്, കയ്യടിക്കണോ. പിന്നെ കയ്യടിയുടെ വകുപ്പ് നമുക്കറിയാം. അവസാനമാകുമ്പോ താളം തെറ്റി അടിച്ചാൽ എന്തോ ഒരു സംഭവം. ഇതൊക്കെ ശരിയാ. വ്യക്തിപരമായി യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പാളി.